അപ്പോൾ ഇന്ന് നമ്മളുടെ ക്ഷേത്രങ്ങളിലായാലും ധാരയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ്. വെള്ളം കോരാൻ മടിയാണ് നമുക്ക് ധാരയെ കൊടുക്കാൻ മടിയാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ശിവങ്കൽ ധാരയെ കുറഞ്ഞിരിക്കുന്നു, കാവുകളിൽ ധാരയെ കൊടുക്കുന്നത് കുറഞ്ഞിരിക്കുന്നു, കാവുകളിലെ ആചാരങ്ങൾക്ക് ഭംഗം വന്നിരിക്കുന്നു, കാവുകൾ തന്നെ സിമെന്റ് തറകളായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ ഉരകവർഗത്തിൽപ്പെട്ട നാഗവർഗത്തിൽപ്പെട്ട സകല ജീവലോകവും ഈ പൊറുതിമുട്ടിയ വേനൽക്കാലത്ത് പുറത്തിറങ്ങും. അപ്പോൾ വിഷജീവികളുടെ കടിയേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് എണ്ണയൊഴിച്ച് വിളക്ക് കത്തിക്കുന്നതോടുകൂടി കാവുകളിൽ വിളക്ക് കത്തിക്കുമ്പോൾ ആ കാവുകളിലേക്ക് കീടങ്ങളെത്തും, ചെറുപ്രാണികളെത്തും. അവയെ തിന്നുന്നതിനുള്ള സകല ജീവലോകങ്ങളും, പല്ലി തൊട്ട് പാറ്റ തൊട്ട് പഴുതാര തൊട്ട് തവള തൊട്ട് എലി തൊട്ട് എല്ലാം അവിടെ തന്നെ എത്തും. അപ്പോൾ ഉരകവർഗത്തിൽപ്പെട്ട രാജാവായിട്ടുള്ള നാഗങ്ങൾക്കും അവിടെ തന്നെ ഭക്ഷണം കിട്ടും. ഈ വേനൽ ചൂടിന്റെ മൂർധന്യതയിലാണ്, 10-ാം ഉദയത്തിന് മുമ്പാണ് കാവുകളിലെ ജലശുദ്ധിയെ ചെയ്ത് ജലത്തെ 100 കണക്കിന് കുടം ജലത്തെ കൊടുത്തുകൊണ്ട് അവിടെ വീണ്ടും ഈ ജീവലോകത്തെ ആ നാഗദേശത്ത് ആ സർപ്പക്കാവുകളിൽ വീണ്ടും ജീവലോകത്തെ പ്രതിഷ്ഠിച്ചുറപ്പിക്കുന്നത്. അങ്ങനെ കുളങ്ങളില്ലാത്ത കാവുകളിൽ ശരിക്കും ജലത്തെ കൊടുത്ത് 100 പാലും കൊടുത്ത് മധുരം കൊടുത്ത് വീണ്ടും ആ ജീവലോകത്തെ അവിടെ പുനർപ്രതിഷ്ഠിച്ച് ആ വിളക്കുകൾ എന്നും കത്തിച്ച്, സർപ്പത്തിനുള്ള ഭക്ഷണമാണ് വിളക്ക്. ഒരു ദീപം ഭക്ഷണം എങ്ങനെയാകുന്നു എന്ന് ചോദിച്ചാൽ ആ ദീപം സന്ധ്യാസമയത്ത് കത്തിക്കുന്ന ആ ദീപം മതി അവിടേക്ക് കീടങ്ങൾ പറന്നെത്താനായിട്ട്. ആ കീടങ്ങളെ തിന്നുവാനുള്ള മറ്റ് ആഹാര ചംക്രമണ വ്യവസ്ഥയിലുള്ള സകല ജീവജാലങ്ങളും അവിടെ തമ്പടിക്കാൻ അതിന് കാരണമാകും. ഈ ദീപത്തെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എണ്ണ മതി ആ ബേസായിരിക്കുന്ന ഭൂതഗണമായിരിക്കുന്ന ഉറുമ്പിനെ അവിടെ കുടിയിരുത്താൻ. ഉറുമ്പെന്ന ബേസായിരിക്കുന്ന ശിവഭൂതഗണം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം മറ്റെല്ലാ ജീവജാലങ്ങളും അവിടെ തന്നെ തമ്പടിക്കും. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലാണ് ഉറുമ്പ് കൂടുകൂട്ടുന്നത്.